എല്ലാരും ബോർഡിലേക്ക് നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെ ആദ്യത്തെ n ടേംസിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മാണ് തുകയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയായിരുന്നു സൂചിപ്പിക്കുന്നത്? Sn ഈക്വൽ 2n സ്ക്വയർ പ്ലസ് 2n സ്ക്വയർ പ്ലസ് n. ഓക്കെ, കറക്റ്റ് നീക്ക. അപ്പൊ നമ്മൾ ആദ്യം എന്നിന് എന്ത് കൊടുക്കുമായിരുന്നു? ആദ്യം എന്നിന് എന്ത് കൊടുക്കുമായിരുന്നു? 1 കൊടുക്കുക. എന്നിന് എന്ത് കൊടുക്കുമായിരുന്നു? ബോർഡിലേക്ക് നോക്കാം. എന്നിന് 1 കൊടുക്കുന്നു. പറഞ്ഞാട്ടെ S1 ഈക്വൽ 2 into 1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ 2 into 1 സ്ക്വയർ എത്ര? 1 പ്ലസ് 2 into 1 2. 2 plus 1 equal. What is the meaning of S1? എന്താണ് S1? അല്ല, അതിന്റെ മീനിങ് എന്തോ? സം ഓഫ് ഫസ്റ്റ് 1 ടേം എന്നാണ്. ആദ്യത്തെ ഒരു ടേമിന്റെ ഒരു പദത്തിന്റെ തുക എന്നർത്ഥം. അങ്ങനെ ഒരെണ്ണം വെച്ച് സം എടുക്കാൻ പറ്റുമോ, തുക എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാണ് നമ്മളതിന്റെ അർത്ഥം പറഞ്ഞത്. അപ്പൊ അതാരായിരിക്കും? അപ്പൊ which implies ഫസ്റ്റ് ടേം ഈക്വൽ ആദ്യ പദം സമം x1 ഈക്വൽ 3. ഇതിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അടുത്തതായിട്ട് നമ്മൾ എന്നിന് എത്ര കൊടുക്കുമായിരുന്നു? 2 കൊടുക്കുമായിരുന്നു. അപ്പൊ എന്നിന് 2 കൊടുക്കുന്നു. പറഞ്ഞാട്ടെ S2 ഈസ് ഈക്വൽ ടു 2 into 2 സ്ക്വയർ പ്ലസ് 1. 2 into 2 സ്ക്വയർ 4 പ്ലസ് 1. 2 into 4 2. 2 into 4 8 plus 2 is equal to. What is the meaning of S2? വിവാസേ ഇവിടെ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുക, which implies സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുക എത്രയാണ്? ഈ ആദ്യത്തെ 2 പദങ്ങൾ ഫസ്റ്റ് 2 ടേംസിന് നമ്മൾ സിമ്പൽ എങ്ങനെ എഴുതും? which implies x1 പ്ലസ് x2 വിലയാണ് 10. ഇതിലാരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? x1 അറിയാം. x1 എത്ര? 3. അപ്പൊ 3 പ്ലസ് x2 ഈക്വൽ 10. അപ്പൊ x2 വില 10. ഈ 3 അപ്പുറത്ത് പോകുമ്പോ -3. x2 ഈക്വൽ 7. ആരാണ് x2? സെക്കൻഡ് ടേം. അപ്പൊ സെക്കൻഡ് ടേം ഈക്വൽ x2 ഈക്വൽ 7. ഓക്കെ ആണല്ലോ. ഇപ്പൊ ആരെയൊക്കെ അറിയാം? ഫസ്റ്റ് ടേമും അറിയാം, സെക്കൻഡ് ടേമും അറിയാം. എങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ d ഈക്വൽ x2 മൈനസ് x1 ഈക്വൽ 7 മൈനസ് 3 ഈസ് ഈക്വൽ ടു 4. അല്ല, എന്തുവായിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്? ഓൾജിബ്രിക് ഫോം അല്ലേ? അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞേക്കുന്നത് എന്ത് ടേം കണ്ടുപിടിക്കാനാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. എന്ത് ടേം എന്ന് പറഞ്ഞാലും ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്ത് ടേം ഈക്വൽ xn ഈക്വൽ എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണോ? എഫിന്റെ വില 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില. അപ്പൊ 3 പ്ലസ് n ഇൻറ്റു 4n മൈനസ് 1 ഇൻറ്റു 4 -4. അപ്പോ 4n എടുത്ത് ആദ്യം എഴുതി, 3ൽ നിന്ന് 4 കുറച്ചാൽ -1. അപ്പൊ എന്താണ് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം? 4n മൈനസ് 1. എഴുതിയവർ നോക്കിക്കേ ശരിയാണോ? എന്ന്
തെറ്റിയവര് റെഡ് ഇങ്ക് വെച്ച് കറക്റ്റ് ചെയ്യുക. തെറ്റിയവര് റെഡ് ഇങ്ക് വെച്ച് കറക്റ്റ് ചെയ്യുക. എന്താണ് അതിന്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞാട്ടെ? എൻ സ്ക്വയർ മൈനസ് അപ്പൊ ഞാൻ പറയുന്ന പോലെ എഴുതിക്കോളൂ. എൻ സ്ക്വയർ മൈനസ് 2n. ഈ എൻ സ്ക്വയർ മൈനസ് 2n ആരാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ആദ്യത്തെ n പദങ്ങളുടെ തുക. അപ്പൊ എഴുതുക സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ, ആൻസർ ആണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ സൂചിപ്പിക്കുന്ന അക്ഷരം എസ് എൻ ഈക്വൽ എൻ സ്ക്വയർ മൈനസ് ഓക്കെ. ഇനി എങ്ങനെയായിരുന്നു ചെയ്യുന്ന പരിപാടി? ആദ്യം എന്നിന് 1 കൊടുക്കണം. അടുത്ത എന്നിൽ എന്തോ സംശയമുണ്ട്? ഇല്ല. അപ്പൊ എന്നിന് 1 കൊടുക്കുന്നു പറഞ്ഞോട്ടെ. എന്നിന് 1 കൊടുത്താൽ പറഞ്ഞോ S1 ഈക്വൽ 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1. 1 സ്ക്വയർ എത്ര? 1 മൈനസ് 2 ഇൻറ്റു 1 2. 1 മൈനസ് 2 മൈനസ് 1. ഓക്കെ. അപ്പൊ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് S1? എന്തുവായിരുന്നു S1ന്റെ അർത്ഥം? സം ഓഫ് ഫസ്റ്റ് 1 ടൈം, ആദ്യത്തെ ഒരു ടേമിന്റെ സമ്മ തുക. അപ്പൊ പക്ഷെ നമുക്കറിയാം ഒരു ടേം വെച്ച് സം എടുക്കാൻ പറ്റില്ല, തുക എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം അതാണ് ഫസ്റ്റ് ടേം. അപ്പൊ അടുത്ത വരിയിൽ which implies ഫസ്റ്റ് ടേം ഈക്വൽ ആദ്യ പദം സമം x1 ഈക്വൽ -1. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓക്കെ. ഞാൻ അടുത്തത് എന്നിന് 2 കൊടുക്കുന്നു. എന്ന് എത്ര കൊടുക്കുന്നു? അപ്പൊ n ഈക്വൽ 2. പറഞ്ഞാട്ടെ S2 ഈക്വൽ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2. 2 സ്ക്വയർ 4 മൈനസ് 2 ഇൻറ്റു 2 4. 4 മൈനസ് 4 0. What is the meaning of S2? സം ഓഫ് ഫസ്റ്റ്, അവനിക്ക് തന്നെ ചിരിയൊക്കെ വരും ഇടക്കിടക്ക്. ഇല്ല. which implies സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുക സമം 0. ഈ ആദ്യത്തെ 2 പദങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? ഫസ്റ്റ് 2 ടേംസ് ആരൊക്കെയാ? അപ്പൊ which implies x1 പ്ലസ് x2 ഈക്വൽ 0. ഇതിൽ ആരെയെങ്കിലും അറിയാമോ? x1 അറിയാം. x1 എത്ര? അപ്പോൾ -1 പ്ലസ് x2 ഈക്വൽ, അപ്പൊ x2 ഈക്വൽ 0. -1 അപ്പുറത്ത് പോട്ടെ, +1. അപ്പോൾ x2 ഈക്വൽ 0 പ്ലസ് 1. 0 പ്ലസ് 1 1. വാട്ട് ഈസ് x2? സെക്കൻഡ് ടേം. അപ്പൊ വിച്ച് ഇംപ്ലൈസ് സെക്കൻഡ് ടേം ഈക്വൽ രണ്ടാം പദം സമം x2 ഈക്വൽ 1 ആണോ? അപ്പൊ ഇപ്പൊ ആരെയൊക്കെ നമുക്ക് കിട്ടി? ഫസ്റ്റ് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി, ആദ്യ പദവും കിട്ടി, രണ്ടാം പദവും കിട്ടി. എങ്കിൽ ആരെ കണ്ടുപിടിക്കാം? അപ്പൊ എഴുതുക കോമൺ ഡിഫറൻസ് ഈക്വൽ d ഈക്വൽ x2 മൈനസ് x1. എത്രയാണ് x2ന്റെ വില? 1 മൈനസ് എത്രയാണ് x1? -1. 1 മൈനസ് 1 1 പ്ലസ് 1 ആകും. ആൻസർ 2. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അല്ല, എന്തുവായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഓൾജിബ്രിക് ഫോം അഥവാ എന്ത് ടേം എഴുതുക. എന്ത് ടേം ഈക്വൽ xn ഈക്വൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണോ? വില കൊടുത്ത് പറഞ്ഞേ. എഫ് എത്ര? -1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില.
അപ്പോൾ -1 ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 2n -1 ഇൻറ്റു 2 -2 2n എടുത്ത് ആദ്യം എഴുതി -1 -2 -3. അപ്പോൾ ഈ സീക്വൻസിന്റെ എന്ത് ടേം എന്താണ്? 2n മൈനസ്. ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എത്രാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു? നാലാമത്തെ. ബോർഡിലേക്ക് നോക്കാം. ആദ്യത്തെ n ടേംസിന്റെ സമ്മ് 2n² മൈനസ് n. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ Sn ഈക്വൽ 2n² മൈനസ് n. നമ്മൾ n-ന് 1 കൊടുക്കുന്നു. അപ്പൊ S1 ഈക്വൽ 2 ഇൻറ്റു 1² മൈനസ് 1 ഈക്വൽ 2 ഇൻറ്റു 1² എത്ര? 1 മൈനസ് 1. 2 ഇൻറ്റു 1 2 മൈനസ് 1 ആൻസർ 1 എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആദ്യത്തെ പദം x1 എത്രയാണ്? 1. ഇനി n-ന് 2 കൊടുക്കുന്നു. S2 ഈക്വൽ 2 ഇൻറ്റു 2² മൈനസ് 2. അപ്പൊ 2 ഇൻറ്റു 2² എത്ര? 4 മൈനസ് 2. 2 ഇൻറ്റു 4 8 മൈനസ് 2 ഈസ് ഈക്വൽ ടു 6. വാട്ട് ഈസ് S2? Sum of first two terms is equal to 6. എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 ന്റെ വില എത്രയാണ്? 6. ഇതിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? x1 അറിയാം. x1 എത്ര? 1 പ്ലസ് x2 ഈക്വൽ 6. അങ്ങനെയാണെങ്കിൽ x2 എന്ത് കിട്ടും? 6 മൈനസ് 1 x2 ഈക്വൽ. ഈ x2 ആരാണ്? സെക്കൻഡ് ടേം. അപ്പൊ സെക്കൻഡ് ടേം ഈക്വൽ x2 is equal to അപ്പൊ കോമൺ ഡിഫറൻസ് ഈക്വൽ d ഈക്വൽ x2 മൈനസ് x1 ഈക്വൽ 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾജിബ്രിക് ഫോം nth ടേം ഈക്വൽ xn ഈക്വൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. എഫിന്റെ വില 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d യുടെ വില 4. അപ്പൊ 1 പ്ലസ് ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 4n മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4. അപ്പോ 4n എടുത്ത് ആദ്യം എഴുതി. 1 മൈനസ് 4 എത്ര? -3. ബുക്കോട് നോക്കിക്കേ ശരിയാണോന്ന്. ബോർഡിലേക്ക് നോക്കൂ. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തോ തന്നിരുന്നത്? n² മൈനസ് n² മൈനസ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ Sn ഈക്വൽ n² മൈനസ് n. നമ്മൾ ആദ്യം n-ന് 1 കൊടുക്കുന്നു. S1 ഈക്വൽ 1² ബുക്കടച്ചു നോക്കുക. 1² മൈനസ് 1. 1² എത്ര? 1. 1 മൈനസ് 1 ഈക്വൽ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് S1? സം ഓഫ് ഫസ്റ്റ് 1 ടൈം. ദാറ്റ് മീൻസ് it is the first term of the sequence. So first term ഈക്വൽ x1 ഈക്വൽ 0. ഇനി നമ്മൾ n-ന് എത്ര കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. മാളവികെ S2 ഈക്വൽ 2² മൈനസ് 2. 2² എത്ര? 4 minus 2 is equal to 2. What is S2? Sum of first two terms is equal to 2, which implies x1 plus x2 equal to. ഇതിൽ x1 ന്റെ വില എത്ര? 0. 0 plus x2 equal to. So x2 equal 2 minus 0. അപ്പൊ x2 ന്റെ വില what is x2? അപ്പൊ സെക്കൻഡ് ടേമിന്റെ വില എത്ര എന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഫസ്റ്റ് ടേമും ഉണ്ട് സെക്കൻഡ് ടേമും ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഈക്വൽ d ഈക്വൽ x2 മൈനസ് x1 ഈക്വൽ 2 മൈനസ് 0 ഈസ് ഈക്വൽ ടു 2.
ഓൾജിബ്രിക് ഫോം എക്സ് എൻ ഈക്വൽ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എഫിന്റെ വില 0 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിയുടെ വില 2. അപ്പൊ 0 പ്ലസ് ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2 -2. അപ്പൊ 2n എടുത്ത് ആദ്യം എഴുതി, പിന്നെ ഒരു -2. സോ ദി ആൻസർ ഈസ് 2n - 2. ബുക്കോർ നോക്കിക്കേ ശരിയാണോന്ന്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ? അപ്പൊ അപ്നർ എഴുന്നേറ്റിട്ട് ആറാമത്തെ ചോദ്യത്തിന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വായിച്ചേ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ചോദ്യത്തിന് അർത്ഥം പറയും. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പറിന്റെ 20 എണ്ണൽ സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കണം? തുക, സം. എഴുതുക. ആൻസർ. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 20 എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതാണോ 1 തൊട്ട് 20 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സമ്മ ആണോ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഈക്വൽ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ, നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ എന്നിന് എത്ര കൊടുക്കുന്നു? 20. എത്ര കൊടുക്കുന്നു? അപ്പൊ 20 ഇൻറ്റു 20 പ്ലസ് 1 എഴുതിക്കോ. 20 പ്ലസ് 1 ബൈ 2 ആണോ? അപ്പൊ 20 ഇൻറ്റു 20 പ്ലസ് 1 21 ബൈ 2. 20ഉം 2 കൂടെ വെട്ടി എത്ര കിട്ടും? 20ഉം 2 കൂടെ വെട്ടുക മീൻസ് ഹരിക്കുക. എത്ര കിട്ടും? 10. 10 ഇൻറ്റു 21 10 ഇൻറ്റു 21 10 ഇൻറ്റു 21 210. അപ്പൊ ആദ്യത്തെ 20 നാച്ചുറൽ നമ്പറിന്റെ സമ്മ 20 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? 210. ഒന്നാമത്തെ ആൻസർ ആയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, നോക്കാം. മാളവികെ, എന്താണ് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് വീണ്ടും 2 ചോദ്യമുണ്ട്. അതിൽ ആദ്യത്തേത് വായിച്ചേ. ഇരിക്കും. എന്താണ് പറഞ്ഞാട്ടെ? കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ multiplying the natural numbers by 5 and adding 1. അർത്ഥം പറഞ്ഞാട്ടെ. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പറുകളെ 20 എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് ഒന്നുകൂടെ കൂട്ടണം. ആ സീക്വൻസിന്റെ 20 ടേമിന്റെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ കണ്ടുപിടിക്കണം. ആദ്യം സീക്വൻസ് എഴുതിയാലല്ലേ നമുക്ക് സമ്മ എഴുതാൻ പറ്റത്തുള്ളൂ. 2 എന്ന് നമ്പർ ഇടുക. പറഞ്ഞാട്ടെ. ഈ മുകളിൽ കിടക്കുന്ന 1, 2, 3 എക്സെട്രാ ആണ് നമ്മുടെ സീക്വൻസ് 20 വരെയുള്ളത്. ഇതിലെ ഓരോരുത്തരെയും 5 കൊണ്ട് ഗുണിക്കണം, 1 കൂട്ടണം. ആദ്യത്തെ ആള് 1, 1നെ 5 കൊണ്ട് ഗുണിച്ച് 5, ഒന്നുകൂടെ കൂട്ടു 6. അപ്പൊ എഴുതാട്ടെ 6. അടുത്തേ 2, 2നെ 5 കൊണ്ട് ഗുണിക്കും
10. 10നോടൊന്നുകൂടെ കൂട്ട് 11. അടുത്ത 3. 3നെ 5 കൊണ്ട് ഗുണിക്കാം 15. 15നോടൊന്നുകൂടെ കൂട്ടിയാൽ 16. എക്സെട്ര. എവിടം വരെ? 20ാമത്തെ പറഞ്ഞാട്ടെ. 20 × 5 50. 20 × 5 200. 100. ആ 100നോട് ഒന്നുകൂടെ കൂട്ടണം. എത്ര കിട്ടും? 101. അപ്പൊ അവസാനത്തെ ആൾ എത്രയാണ്? ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നേ? 20 ടേമിന്റെ സമ്മ. ആ സമ്മ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇത് എന്താണോ എന്ന് നോക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. ആണോ? 11ൽ നിന്ന് 6 കുറച്ചാൽ എഴുതിയാട്ടെ. 11 - 6 ഉത്തരം 5. 16 - 11 5. എല്ലായ്പ്പോഴും ഒരേ നമ്പർ തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഇതാരാണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ആരാണ്? അപ്പൊ അടുത്ത വല്ല എഴുതുക. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്. എങ്കിൽ നിങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എഴുതാം. എന്തൊക്കെയാണ് പറഞ്ഞാട്ടെ? ഫസ്റ്റ് ടേം ഈക്വൽ F ഈക്വൽ 6. അടുത്തേ കോമൺ ഡിഫറൻസ് ഈക്വൽ D ഈക്വൽ 5. അതുകൊണ്ട് അവസാനം ഒരു 101 കിടക്കുന്നില്ലയോ? അതാരാ? അപ്പൊ എഴുതുക. ലാസ്റ്റ് ടേം ഈക്വൽ ലാസ്റ്റ് ടേമിനെ സൂചിപ്പിക്കുന്ന അക്ഷരം xn ഈക്വൽ അല്ല, ക്വസ്റ്റ്യൻ അകത്തിൽ ഒരു 20 പേരുടെ സമ്മ എന്ന് പറഞ്ഞിട്ടില്ല. ആ 20 എന്താണ്? നമ്പർ ഓഫ് ടൈംസ്. അപ്പൊ എഴുതുക. നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ ഉണ്ടെന്നില്ല. n is equal to 20. അത്രയും പേരുടെ എന്ത് കണ്ടുപിടിക്കാനാ ചോദ്യം? കണ്ടുപിടിക്കാൻ സമ്മ. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ പദങ്ങളുടെ എണ്ണം സമം n ഈക്വൽ 20. എത്ര പേരുടെ സമ്മായിരുന്നു? 20 പേരുടെ. അപ്പൊ സം ഈക്വൽ Sn ഈക്വൽ പറഞ്ഞാട്ടെ. Sn ഈക്വൽ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്, നമ്പർ ഓഫ് ടേം ഉണ്ട്. ഇക്വേഷൻ Sn ഈക്വൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. 2a + n - 1 ഇൻറ്റു d ഉപയോഗിച്ചാലും കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ലാസ്റ്റ് ടൈം അറിയാവുന്നതുകൊണ്ട് അതങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ S20 ഈക്വൽ 20/2 ഇൻറ്റു x1 എത്ര? 6 പ്ലസ് xn 101. 20/2 10. 101 അധികം 6 107. 10 × 107 10 × 107 1000. ഇനി ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ അകത്ത് തന്നെ വീണ്ടും ഒരു ചോദ്യങ്ങളുണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ഓൾസോ ദ സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. ആദ്യത്തെ n ടൈമിന്റെ ഏതിന്റെ ഈ സീക്വൻസിന്റെ തന്നെ n ടൈംസിന്റെ എന്ത് കണ്ടുപിടിക്കണം? സമ്മൺ. അപ്പൊ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഇപ്പൊ n 20 കൊടുത്ത സ്ഥാനത്ത് n എന്തായിട്ട് എടുക്കണം? n ആയിട്ട് തന്നെ എടുക്കണം. എന്തായിട്ട് എടുക്കണം? അപ്പൊ അടുത്ത എഴുതുക. നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ n. നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ
n. അടുത്ത വരിയിൽ സം ഈക്വൽ എസ് എൻ ഈക്വൽ സം ഈക്വൽ എസ് എൻ ഈക്വൽ n/2 ഇൻറ്റു ബാക്കി പറഞ്ഞാട്ടെ ഉണ്ടെന്നില്ല n/2 ഇൻറ്റു ആ x1 പ്ലസ് xn ഉപയോഗിക്കണമെങ്കിൽ എന്ത് ടേം നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ടേം നമ്മൾ കണ്ടുപിടിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ ഏത് ഉപയോഗിക്കും? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണോ? അപ്പോ n/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില എത്ര ആയിരുന്നു? എയുടെ വില 6 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വില എത്ര? കോമൺ ഡിഫറൻസ് എത്ര? 5. അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു 6 12 n ഇൻറ്റു 5 -1 ഇൻറ്റു 5 -1. അപ്പോൾ n/2 ഇൻറ്റു 5n ആദ്യം എഴുതി. 12ൽ നിന്ന് 5 കുറച്ചാൽ 12ൽ നിന്ന് 5 കുറച്ചാൽ 7 പ്ലസ് 7 മൈനസ് 7 പ്ലസ് 7. ഈ n/2 ഒന്ന് അകത്തോട് ഗുണിച്ചേ. n/2 ഇൻറ്റു 5 പ്ലസ് n/2 ഇൻറ്റു 7. ഇതിനകത്തിൽ വല്ലവരും വെട്ടിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ n ഇൻറ്റു 5n 5n സ്ക്വയർ 5n സ്ക്വയർ ബൈ 2. ഇനി ഇവിടെ ആരെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെയും ഗുണിക്കുന്നു. n ഇൻറ്റു 7n ബൈ 2. നോക്കിക്കേ, ഇത് രണ്ടെണ്ണം 2 ഫ്രാക്ഷൻസ് അല്ലേ? എങ്ങനെയുള്ള 2 ഫ്രാക്ഷൻ? ഡിനോമിനേറ്റർ ഛേദം ഒരുപോലായ 2 ഫ്രാക്ഷൻ. അതെങ്ങനെ ആഡ് ചെയ്യും? ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 5n സ്ക്വയർ പ്ലസ് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് പക്ഷെ അവസാനം റിസൾട്ട് വന്നപ്പോ ആദ്യത്തെ വന്നപ്പോൾ ബാക്കി ആർക്കും ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 എഴുതിക്കേ. ഇത്ര